ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏഞ്ചൽസ് അമേസിംഗ് വേൾഡ്. അങ്ങനെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ഒരുപാട് വിഷമിക്കുന്ന ചില കാര്യങ്ങൾ കാണുമായിരിക്കും. നമ്മളെല്ലാവരും സൗന്ദര്യത്തെ വളരെയേറെ ആസ്വദിക്കുന്ന ആൾക്കാരും അത് സംരക്ഷിക്കുന്ന ആൾക്കാരുമാണ്. അപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന സൺടാണ് അല്ലെങ്കിൽ പിഗ്മെന്റേഷന് ഭയങ്കര ഡള്ളായിട്ടിരിക്കുക, ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ആവുന്നില്ല. അപ്പം നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഫേഷ്യലിലെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് പോകാനുള്ള സാഹചര്യം കിട്ടിക്കാണത്തില്ല, അല്ലെങ്കിൽ ടൈം കിട്ടാറില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെറിയൊരു കാര്യമാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു നമുക്ക് കിച്ചണിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ റിസൾട്ട് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലോട്ടും ഇത് പറഞ്ഞു തരാമെന്ന് ഞാൻ വിചാരിച്ചത്. വളരെ ഈസി മെത്തേഡാണ് കേട്ടോ, നമ്മൾ അധികം വലിച്ചു നീട്ടുന്നില്ല. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനിവിടെ ഉപയോഗിക്കുന്ന കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ 1 ടീസ്പൂണ് കോഫി പൗഡർ എടുക്കുവാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഫേസിന് സൂട്ട് ആവുന്ന രീതിയിലുള്ളത് മാത്രം, അതായത് നമുക്ക് ഫേസിന് എത്രയും വേണം അത്രയും അതിനു വേണ്ടി മാത്രം എടുത്താൽ മതി. അപ്പൊ ഞാനിവിടെ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ എടുക്കുന്നതാണ് കുറച്ച് ഷുഗർ എടുക്കുന്നുണ്ട്. നമുക്ക് സ്ക്രബ് ചെയ്യണം. ആദ്യം നമ്മുടെ ഫേസ് നല്ലോണം ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് വേണം നമുക്കൊന്ന് സ്ക്രബ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട്. ആ ഷുഗറും കൂടി ഇതിനകത്തോട്ട് ഇടുവാണ്. അപ്പം ഷുഗർ എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ തരിയുള്ള ഷുഗർ ആണെങ്കിൽ നിങ്ങൾ അതൊന്ന് പൊടിച്ചിട്ട് യൂസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് വരും നമുക്ക്. പിന്നെ ഇതൊന്ന് കുറച്ചൊന്ന് ഇതാകണമല്ലോ. അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഒരു പാലൊഴിക്കുവാണ്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാമേ. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട, നല്ലോണം ഒന്ന് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതൊന്ന് സ്ക്രബ് ചെയ്യണമെന്ന്. വേണ്ടവർക്ക് ഒത്തിരി ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ആവി പിടിക്കുക. മൂക്കിൻ്റെ അവിടെയൊക്കെ ആണല്ലോ നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പം അവിടെ ഒന്ന് കുറച്ച് നല്ല രീതിയിൽ ഒന്ന് ആവി പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു സ്ക്രബ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പം നമുക്കിതൊന്ന് സ്ക്രബ് ചെയ്യാം. അപ്പം ഞാനിതൊന്ന് എടുത്തിട്ട് നമ്മുടെ ഫേസ് ആദ്യം എല്ലായിടും ഒന്ന് പുരട്ടിയിട്ട്, ഈ കോഫിയുടെ ഈ ഒരു മാസ്ക് എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ പിന്നെ ഏത് മാസ്ക് ഇടുവാണെങ്കിലും ഫേസിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ നെക്കിലും നമ്മൾ ഇടാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇടുന്നില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുക. എന്നിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്യുക. നമ്മുടെ നോസിൻ്റെ അവിടെയൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഷുഗറിൻ്റെ ഒരു തരിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കത് മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നല്ലൊരു മസാജ് കൊടുക്കുക കേട്ടോ. ആ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ക്രബ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മസാജും കൂടെ ആയിരിക്കും നമ്മുടെ ഫേസിന് ഇടുന്നത്. ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ അത് നമ്മുടെ ഫേസിന് അപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മസാജ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് വൈപ്പ് ചെയ്ത് കളയുകയോ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്യട്ടെ. അപ്പം ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിത് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ടവൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ നമ്മൾ തുടച്ചെടുക്കുക ചെയ്യണം. അത് ഇങ്ങനെ പിടിച്ച മുരക്കല്ല് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുക. അപ്പം അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്ക്രബ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഷുഗറിൻ്റെ പൊടിയൊക്കെ ഇരിക്കുന്നല്ലേ. അപ്പം ഒരു സോഫ്റ്റ്നെസ് ഇപ്പം തന്നെ നല്ല ഫീൽ ആവുന്നുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ്നെസ്. അപ്പം നമുക്കിനി അടുത്തായിട്ട് നമുക്ക് അതിൻ്റെ മാസ്ക് നോക്കാം കേട്ടോ. മാസ്കിനകത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ടിയെന്ന് പറയുന്നത് നമ്മുടെ ഈ കോഫി പൗഡറാണ്. അപ്പം ഞാൻ ആ കോഫി പൗഡർ 1 ടീസ്പൂണ് കോഫി പൗഡർ ഇടുവാണ്. അപ്പം ആ കോഫി പൗഡർ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഇപ്രാവശ്യം പാലല്ല ഉപയോഗിക്കുന്നത്. ഈ പ്രാവശ്യം ഞാൻ ഉപയോഗിക്കുന്നതാണ് തൈരാണ് ഉപയോഗിക്കുന്നത്. നല്ല കട്ട തൈരുണ്ടല്ലോ നമുക്ക്, ആ ഒരു തൈര് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം തൈരും കൂടെ നനയോടെ ഇടുവാണേ. അപ്പോൾ തൈരും കൂടി ഇട്ടിട്ട്
നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം വേണ്ടിയോ ചില ആൾക്കാർ ഇതിൻ്റെ കൂടെ നമുക്ക് മുൾട്ടാനി മട്ടി അല്ലെങ്കിൽ പിന്നെ അരിപ്പൊടി ഒക്കെ ചേർത്ത് ഒരു മാസ്ക് ഇടാറുണ്ട്. അപ്പം ഇതൊന്നും ചേർത്തില്ലെങ്കിൽ പോലും ഈ ഒരു തൈര് വെച്ചിട്ട് ഈ ഒരു കോഫി പൗഡർ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാസ്കായിട്ട് ഇടുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം നമുക്കിതൊന്ന് മാസ്കായിട്ട് ഇടാം. കണ്ണിൻ്റെ അടിയിലൊക്കെ നല്ലോണം ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം നമുക്ക് ഈ ഡാർക്ക് സർക്കിളൊക്കെ വരത്തില്ലേ കണ്ണിൻ്റെ അടിയിൽ, അപ്പം അതൊക്കെ മാറാനൊക്കെ നല്ല ഒരു മാസ്ക് ആണിത്. അതുപോലെ നമ്മുടെ ഈ ഫേസിലുണ്ടാവുന്ന ബ്ലാക്ക് സ്പോട്ടൊക്കെ അതൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ പറ്റുന്ന നല്ല രീതിയിലുള്ളൊരു മാസ്ക് തന്നെയാണിത്. അപ്പം സത്യത്തിൽ ഇത് ആഴ്ചയിൽ 2 തവണയൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുതരും കേട്ടോ. നമുക്ക് പെട്ടെന്ന് പാർലറിൽ പോയി ഒന്ന് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ ഒന്ന് വെളിയിലോട്ടൊന്ന് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോവാം. അപ്പൊ ഇതുപോലൊന്ന് ആവിയൊക്കെ ഒന്ന് പിടിച്ചിട്ട്, ഞാൻ ഇന്നിവിടെ ആവി പിടിച്ചില്ലായിരുന്നു, ആവിയൊക്കെ പിടിച്ചിട്ട് ഒന്ന് സ്ക്രബൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ഒരു ഫേഷ്യൽ പോലെ ഒന്ന് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്കിത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ഒരു കഴുത്തിൽ കൂടെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി വളരെ ശ്രമിക്കണം കേട്ടോ. ഞാൻ ഇന്നിവിടെ കഴുത്തിൽ ചെയ്യുന്നില്ല, നിങ്ങൾ കൊടുക്കുമ്പോൾ കഴുത്തിലും തേക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ ഫേസും അല്ലെങ്കിൽ കഴുത്തും കൂടെ രണ്ടൊരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ഉണങ്ങട്ടെ കേട്ടോ. ഇതിപ്പോൾ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഭയങ്കര കട്ടിക്കിരിക്കുന്നുണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. അങ്ങനെ ഞാൻ വാഷ് എല്ലാം ചെയ്തു. ഈ വാഷ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഫേസിൻ്റെ ആ ഒരു വ്യത്യാസം കണ്ടില്ലേ, നല്ല ഒരു ബ്രൈറ്റ്നസ് ഫീൽ ആവുന്നില്ലേ. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഇട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മാസ്കിൽ ഒരെണ്ണമാണിത് കേട്ടോ. അപ്പം ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സ്കിന്ന് കണ്ട് ഭയങ്കരമായിട്ട് സോഫ്റ്റായി ഒരു ബ്രൈറ്റ്നസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോകാനായിട്ടൊക്കെ ടൈമൊക്കെ കിട്ടാത്ത ആൾക്കാരൊക്കെ ആണെങ്കിലും ഇത് പെട്ടെന്ന് വീട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം എന്നെ കൂടെ ഒന്ന് അറിയിക്കണം കമൻറ്റിൽ കൂടെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.